ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ചില ആൾക്കാർക്ക് ഒരു പുഷപ്സ് പോലും എടുക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം അവർക്ക് കൈകൾക്ക് അത്രയും സ്ട്രെങ്തൊക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം പുഷപ്സ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് പ്രോപ്പറായിട്ട് ചെയ്ത് പഠിക്കാം, ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ. അതിനൊരു 3 സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 3 സ്റ്റെപ്പുകൾ ചെയ്ത് നമ്മൾ പ്രോപ്പർ പുഷപ്സ് ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്തൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പുഷപ്സ് ചെയ്യാം എന്നുള്ള ഒരു ഘട്ടത്തിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതേ കണക്ക് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രെങ്തൊക്കെ വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് പുഷപ്സിൻ്റെ എണ്ണമൊക്കെ നല്ല രീതിയിൽ കൂട്ടിയെടുക്കാൻ പറ്റും. അത് കൂടാതെ തന്നെ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് പുഷപ്സ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യമായിട്ട് നമ്മൾ ഒരു പുഷപ്സ് പോലും ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഉയർന്ന ഒരു പ്രതലത്തിൽ നിന്നൊക്കെ കൈകുത്തുക. നിങ്ങളുടെ ഷോൾഡർ ലെവലിലായിരിക്കണം നിങ്ങളുടെ കൈ ഇരിക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കാൽ ബാക്കിലോട്ട് കൊണ്ടുപോയി ബോഡിയെ ഒരു ഏകദേശം പാരലൽ ഒരു സ്ട്രെയിറ്റ് രൂപത്തിലാക്കുക. ഓക്കെ, അതിനുശേഷം പതുക്കെ താഴുക മോഷൻ ചെയ്യണം. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം താഴോട്ട് താഴാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ താഴുക. ഓക്കെ, നിങ്ങളുടെ കൈയുടെ എൽബോ ഒരു കാരണവശാലും വളഞ്ഞു പോരുത്. നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ നിങ്ങളുടെ എൽബോ ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടോ ആ എൽബോ അതേ കണക്ക് തന്നെ പോകണം. ഒരിക്കലും എൽബോ വളഞ്ഞു പോരുത്. അതിനൊക്കെ നിങ്ങളുടെ മുതുകൊന്നും ഇരിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നല്ല കറക്റ്റ് സ്ട്രെയിറ്റായിട്ട് നിന്നിട്ട് ഇങ്ങനെ വളരെ സ്ലോവിൽ ചെയ്താൽ മതി. നിങ്ങൾ വളരെ സ്ലോവിൽ നിങ്ങൾ താപ്പോട്ട് പോയിട്ട് നിങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ താപ്പോട്ട് താഴുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് പുഷപ്സ് ചെയ്ത് പരിശീലിക്കേണ്ടത്. നിങ്ങൾക്ക് 1-2 ദിവസം 2 ദിവസത്തോളം ഈ പുഷപ്സ് ഇങ്ങനെ മാക്സിമം നിങ്ങൾക്ക് പരിശീലിക്കാം. അപ്പം നിങ്ങളുടെ കൈകളുടെ പവറൊക്കെ തനിയെ വർദ്ധിച്ചു വരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് നമ്മൾ പ്രോപ്പറായിട്ട് പുഷപ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ ഒരു 2 ദിവസമെങ്കിലും നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. അതിനൊക്കെ നിങ്ങൾ താപ്പോട്ട് പതുക്കെ താഴുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴുക. മേളിലോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾ 2 ദിവസം അങ്ങനെ പരിശീലിച്ചതിന് ശേഷം നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണിത്. നിങ്ങളുടെ കാലിൻ്റെ മുട്ട് ഇങ്ങനെ താഴെ ഉറപ്പിച്ച് കുത്തി നിർത്തുക. ഓക്കെ, ഇത് കണ്ടല്ലോ, കാലിൻ്റെ മുട്ട് താഴെ ഉറപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ പാരലാക്കുക, സ്ട്രെയിറ്റ് ആക്കുക. അതൊക്കെ നിങ്ങൾ ഷോൾഡർ ലെവലിൽ നിങ്ങളുടെ കൈ വെക്കുക. അതിനുശേഷം പതുക്കെ താപ്പോട്ട് താഴുക. നിങ്ങളുടെ മുട്ട് ഒരു കാരണവശാലും അവിടെ നിന്ന് ഇളകരുത്. അവിടെ തന്നെ കുത്തി നിർത്താൻ ശ്രമിക്കണം. ഓക്കെ, അപ്പം ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങളുടെ എൽബോ ഒന്നും വളഞ്ഞു പോരുത്. ഇതേ കണക്ക് നിങ്ങൾ പതുക്കെ താപ്പോട്ട് വരിക, മേളിലോട്ട് വരിക. താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. മേലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളെക്കൊണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ചെയ്യുക. നിങ്ങൾ 1-2 ദിവസം ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ പരിശീലിക്കുക. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരാഴ്ചകളിൽ നിങ്ങൾക്ക് പുഷപ്സ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാണിത്. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ട് അവിടെ തന്നെ കുത്തിക്കൊണ്ട് നമ്മുടെ കാല് ഒരല്പം കൂടെ ബാക്കിലോട്ട് കൊണ്ടുപോവുക. ഇത് കണ്ടില്ലേ, ആ മുട്ട് കുത്തിക്കൊണ്ട് നമ്മുടെ കാല് ബാക്കിലോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ പുഷപ്പിൻ്റെ പൊസിഷനിൽ വന്നതിന് ശേഷം ഇങ്ങനെ മാക്സിമം താപ്പോട്ട് പോവുക. ഇതിപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള പുഷപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ എൽബോ ഒന്നും ഒരു കാരണവശാലും വളഞ്ഞു പോകരുത്. നമ്മുടെ ബോഡിയുടെ മുതുഭാഗം ഒന്നും ഒരിക്കലും വളഞ്ഞൊന്നും ഇരിക്കരുത്, സ്ട്രൈറ്റ്. ബ്രീത്തിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. താഴോട്ട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മേലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങളൊരു 2 ദിവസം പരിശീലിക്കുക. അങ്ങനെ ഇങ്ങനെ നിങ്ങൾ പരിശീലിക്കുന്ന സമയത്ത് തന്നെ ഒരു 4-5 ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പതുക്കെ മുട്ട് ഫ്ലോറിൽ നിന്ന് മേളിലോട്ട് ഉയർത്തി വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ടുള്ള പുഷപ്പിൻ്റെ പൊസിഷനിൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് 4-5 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുഷപ്സ് നല്ല രീതിയിൽ ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്തൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ മുട്ട് നമ്മൾ മേളിലോട്ട് ഉയർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇനി ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടിപ്സാണ്. കാരണം നിങ്ങൾക്കിപ്പം ഞാനിപ്പോൾ 5 പുഷപ്സ് ഇങ്ങനെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2-3 പുഷപ്സൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാരണവശാലും നിർത്തിയിട്ട് പോകരുത്. വീണ്ടും നിങ്ങൾ മുട്ടുകാലിൽ ഇങ്ങനെ നിന്നതിന് ശേഷം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ വരുമോ, കണ്ടില്ലേ, വീണ്ടും നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ വന്നു. 1 2 3 4 and 5. വീണ്ടും ഈ ഒരു പൊസിഷനിൽ വന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്തു. വീണ്ടും നിങ്ങൾ റിട്ടേണായിട്ട് പുഷപ്പിൻ്റെ പൊസിഷനിൽ വരിക. ഓക്കെ, വീണ്ടും 1 2 3 ഇങ്ങനെ നിങ്ങൾ പരിശീലിക്കുക. ഇങ്ങനെ നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ
പുഷപ്സിൻ്റെ ആ ഒരു എണ്ണമൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും കണ്ടോ, ഇതേ കണക്ക് നിങ്ങൾ ഒരിക്കലും ഒരു 3 പുഷപ്സ് ചെയ്തിട്ട് നിങ്ങൾ വീണ് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ മുട്ടിലോട്ട് നിങ്ങൾ വന്നതിന് ശേഷം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒരു 1-2 സെക്കൻഡ് സ്ട്രെച്ച് ചെയ്യുക, വീണ്ടും നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിലോട്ട് വരിക ചെയ്യുക. അപ്പം ഇതാണ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.